കിഴക്കമ്പലം രായാവ് ജട്ടി സാബുവിന്റെ PR നുണയെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ഒന്ന് പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. കിഴക്കമ്പലം പഞ്ചായത്തിൽ ജനങ്ങൾക്ക് ചെലവഴിക്കേണ്ട പണം ചെലവഴിക്കാതെ താൻ കച്ചവടത്തിൽ ലാഭം പിടിക്കും പോലെ മിച്ചം പിടിച്ചു എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു. ആ പരസ്യം വായിച്ചിട്ടാണ് അരുൺകുമാർ ഇങ്ങനെ പൊളിച്ചത്. 2020 എന്ന് നമ്മൾ കുറച്ചു കാലമായല്ലോ കേട്ടിട്ട്. ഇലക്ഷൻ ടൈമിലൊക്കെ കേട്ടു. പിന്നെ കിഴക്കമ്പലത്ത് ചില മാലിന്യ പ്രശ്നങ്ങൾ അങ്ങനെയല്ലേ കേട്ടിട്ടുണ്ട്. ഒരു പുതിയൊരു 2020യുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മാതൃഭൂമി താഴെയായിട്ട് കൊടുക്കുന്നത്, പ്രഖ്യാപനവുമായി 2020 വൈദ്യുതിക്കും ഗ്യാസിനും 25% ഇളവ് എന്നാണ് പറയുന്നത്. 9 വർഷത്തെ ഭരണം പൂർത്തിയാകുമ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ 25 കോടി രൂപയും 4 വർഷത്തെ ഭരണം പൂർത്തിയായപ്പോൾ ഐക്കരനാട് പഞ്ചായത്തിൽ 12 കോടി രൂപയും നീക്കിയിരിപ്പുള്ളതായി ഇരു പഞ്ചായത്തുകളും ഭരിക്കുന്ന 2020 പാർട്ടി വ്യക്തമാക്കി. വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് നീക്കിയിരിപ്പ് തുക ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പ്ലാൻ പരിപാടിയും കാര്യമായി നടന്നിട്ടില്ല. നിങ്ങളുടെ പൈസ സൂക്ഷിച്ചു വെക്കാനല്ല, അതെടുത്ത് നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി പൈസ എത്ര ചെലവാക്കി എന്ന് നോക്കിയാണ് ഒരു എക്സ്പെൻഡിച്ചർ നോക്കണം. ആ എക്സ്പെൻഡിച്ചർ മിച്ചം വെക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുമെന്നാണ് പിന്നെ അവർ ആ വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത്. 2020 പൊളിറ്റിക്കൽ ലൈൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയാണ് എന്നതാണെങ്കിൽ അത് ശരിയല്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ വിമർശനമായിട്ട് ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. പിന്നെ വലിയ ഈ കേരളം അത്ര വ്യവസായ സൗഹൃദമല്ല എന്നൊക്കെ പറയുന്ന നിലപാടുകളൊക്കെ 2020യുടെ ഭാഗത്ത് അതുണ്ട്. അങ്ങനെ പോത്തിനെന്ത് ഏത്തവാഴയെന്ന് പറയും പോലെയാണ് ജട്ടിക്കെന്ത് ജനസേവനം. ജട്ടിക്കാവശ്യം എങ്ങനെയും ലാഭമുണ്ടാക്കുക. ജനങ്ങൾക്ക് സേവനത്തിനു വേണ്ടി വർഷാവർഷം പഞ്ചായത്തുകൾക്ക് എത്രത്തോളം തുക വിനിയോഗിക്കുന്നുണ്ട്, പഞ്ചായത്തിൻ്റെ വികസനങ്ങൾക്ക് വേണ്ടി, അവരുടെ ഭവന പദ്ധതികൾക്ക് വേണ്ടി, റോഡുകൾക്ക് വേണ്ടി, സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി, ജലസ്രോതസ്സുകളുടെ നവീകരണത്തിന് വേണ്ടി, ഇതൊക്കെ പദ്ധതികൾ നടപ്പിലാക്കി അതിൽ എത്ര തുക ചെലവഴിച്ചു എന്നുള്ളതാണ് ഒരു പഞ്ചായത്തിൻ്റെ മികവ്. പക്ഷേ കിഴക്കമ്പലം രായാവിൻ്റെ കീഴിൽ പണം മുഴുവൻ മിച്ചം പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നടുവിരൽ ഉയർത്തിക്കാട്ടിക്കൊടുക്കുന്ന മുതലാളി പുതിയ വികസന സംസ്കാരം കൊണ്ടുവരികയാണ്. പഞ്ചായത്തിൽ ലാഭമുണ്ടാക്കിയത്രേ. അതായത് അവിടെ അർഹതപ്പെട്ട പലർക്കും ഒന്നും കൊടുക്കുന്നില്ല. മുതലാളി സ്വന്തം സ്ഥാപനത്തിൽ എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത് അതുപോലെ പഞ്ചായത്ത് ഒരു കച്ചവട സ്ഥാപനമാക്കി മാറ്റി എന്നതിൻ്റെ തെളിവാണ്. ഒന്നുകിൽ ഇത് പറയാൻ മൈക്കിൻ്റെ മുമ്പിൽ പറഞ്ഞ ജട്ടി മുതലാളിക്ക് ബോധം വേണം, അല്ലെങ്കിൽ വിവരം വേണം, അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കണ മുതലാളിയുടെ എല്ലും കഷ്ണം വാങ്ങി നക്കുന്ന മാപ്രകൾക്ക് തിരിച്ച് ചോദ്യം വേണം. ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് ജട്ടി മുതലാളി എന്തൊക്കെയോ അങ്ങ് ഛർദ്ദിച്ചു വയ്ക്കുന്നു, അതിനെ അതേപടി എടുത്തുകൊണ്ടുവന്ന് കൂലിയെടുത്ത് മാപ്രകൾ വാർത്തയാക്കുന്നു. അവിടെയാണ് അരുൺകുമാർ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞത്. പഞ്ചായത്ത് ഭരണമെന്ന് പറഞ്ഞാൽ ലാഭം പിടിക്കലല്ല. ഓരോ വർഷവും 7 കോടിയോളം രൂപയാണ് പഞ്ചായത്തുകൾക്ക് തനത് ഫണ്ട്, പ്ലാൻ ഫണ്ട് തുടങ്ങിയതും തനത് നികുതി വരുമാനം ഉൾപ്പെടെയുള്ള തുകകളായി വരാറുള്ളതെന്നാണ് ഒരു ഏകദേശ കണക്ക്. ആ തുക മിച്ചം പിടിക്കാനുള്ളതല്ല. എന്തെല്ലാം പുതിയ പദ്ധതികൾ നടപ്പിലാക്കി ആ തുക ജനങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ പറ്റും, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റും, അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ പറ്റും, അവർക്ക് വേണ്ട വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കാനോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആ പദ്ധതി വിഹിതത്തിലൂടെ നടപ്പാക്കാൻ ഒരു കാര്യക്ഷമതയുള്ള പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇവിടെ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾ വന്നാൽ താൻ കച്ചവടം നടത്തിക്കൊണ്ട് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം പൂട്ടിപ്പോകുന്ന അവസ്ഥയെത്തും. അങ്ങനെ ആ നാട്ടിലെ ജനങ്ങൾക്ക് ജട്ടി രായാവ് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കാതെ ചില മാധ്യമങ്ങളിലൂടെ വാർത്തയും ഒപ്പം മുതലാളിയുടെ കടയിലൂടെ കുറച്ച് സാധനങ്ങളും കൊടുത്തതിന് ശേഷം പഞ്ചായത്തിൽ വരുന്ന പൈസ മുഴുവൻ ബാങ്ക് അക്കൗണ്ടിൽ ലാഭമായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. 37 കോടി രൂപ ലാഭം പിടിച്ചത്രേ. ഇതിനിപ്പോൾ വേണമെങ്കിൽ മാസാമാസം എടുത്ത് മുതലാളിക്ക് വകമാറ്റി ചെലവാക്കി കൊണ്ടുപോയി മുതലാളിയുടെ ബിസിനസ്സിലിട്ടൊന്ന് റോളൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന് ഇടാമെന്നുള്ളൊരു ഐഡിയയും കൂടി ഉള്ളിൽ കാണുമായിരിക്കും. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട പഞ്ചായത്തുകളുടെ ഫണ്ട് ലാഭം പിടിച്ചു എന്ന അവകാശവാദം ജട്ടി മുതലാളി ഉന്നയിച്ചിരിക്കുന്നത്. മുതലാളിയുടെ തല നിറച്ച് ജട്ടിയാണെന്ന് ആ ഒരു പ്രതികരണത്തിലൂടെ തെളിയിക്കുകയാണ്. അത് അരുൺകുമാർ കൃത്യമായി നാട്ടുകാരെ ബോധ്യപ്പെടുത്തി കൊടുത്തു.